അസ്സലാമു അലൈക്കും. ഞാനിന്ന് പാലയക്ക എന്ന് പറഞ്ഞ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ എന്താണ് പറയുക എനിക്കറിയില്ല. അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം അതിലേക്ക് സാബൂനരി ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് വേവിച്ചെടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി 3-4 പഴം എടുത്തിട്ട് നടുവേ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതും ഇട്ട് കൊടുക്കുക. അതിലേക്ക് സാബുനരി വെന്തതിന് ശേഷം ഇനി അതൊന്ന് വേവിക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഏലക്കായ ചതച്ചിട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിയും താളിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഏലക്കായ ചതച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക. പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പൊടിയില്ല. ഇനി അതിലേക്ക് ഒരു തേങ്ങൻ്റെ 2-ാം പാൽ ഒഴിച്ച് കൊടുക്കുക. ആദ്യത്തെ പാൽ എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാൽ എടുത്തതാണിത്. അതിനാവശ്യമുള്ള മധുരം ഇട്ട് കൊടുക്കുക, പഞ്ചസാര. ഇനി അതൊന്ന് തിളച്ച് പഞ്ചസാര ഉരുകിയതിന് ശേഷം 1-ാം പാൽ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് ലൂസാക്കി ഉണ്ടാക്കണം, ഇത് ചൂടാറിയാൽ ടൈറ്റാവും. ഇനി 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ്. അതെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നോമ്പിനാണ് അധികം അത് എല്ലാ ദിവസവും ഉണ്ടാക്കുക. നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ചില ദിവസങ്ങളിലേ ഇത് ഉണ്ടാക്കുള്ളൂ. നല്ല ടേസ്റ്റ്. അതെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. തേങ്ങാപ്പാൽ 1-ാം പാൽ പറഞ്ഞിട്ട് അധികം തിളക്കരുത്. തിള വരുമ്പോൾ ഓഫാക്കുക. ഇനി അതിലേക്ക് താളിച്ച് വയ്ക്കുക. ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത്, ചെറിയ ഉള്ളി ആയാലും മതി, വലിയ ഉള്ളി ആയാലും മതി. ഇനി അത് ഗോൾഡൻ കളറാണ് വരെ വഴറ്റിയെടുക്കാം. ഇനി അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പാൽ കാച്ചിയെടുക്കുക. നല്ല ടേസ്റ്റ്. അത് ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കാം. സർവ്വ ഡിഷിലേക്ക് മാറ്റുക. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇത് മറക്കാതെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്.